ചില വേർപാടുകൾ മരണവാർത്തകളല്ല, അവ ജീവിതം രണ്ടായി പിളരുന്ന നിമിഷങ്ങളാണ്. ചില മനുഷ്യർ ഈ ഭൂമിയിലൂടെ നടക്കുന്നത് കാലടികൾ പതിപ്പിക്കാനല്ല, ഹൃദയത്തിൽ സ്വന്തം ഇടം തീർക്കാനാണ്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് യാത്രയായാൽ ഒരു മനുഷ്യൻ മാത്രമല്ല പോകുന്നത്, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരു ലോകം കൂടിയാണ് അസ്തമിക്കുന്നത്. ചിതയിൽ കത്തുന്നത് ഒരു ശരീരമാണെന്ന് ലോകം പറയും, എന്നാൽ ആ തീയിലെരിയുന്നത് ഒരു ഭാര്യയുടെ സ്വപ്നങ്ങളാണ്, മക്കളുടെ സുരക്ഷിതത്വമാണ്, സഹോദരൻ്റെ ബാല്യമാണ്, ഒരു സുഹൃത്തിൻ്റെ ആത്മവിശ്വാസമാണ്, ഒരു കുടുംബത്തിൻ്റെ നിശബ്ദമായ തണലാണ്. പുക ആകാശത്തേക്ക് ഉയരുമ്പോൾ ഭൂമിയിൽ കണ്ണുനീർ നദികളാകുന്നു. തീ അണയുമ്പോഴും ഉള്ളിലെ തീ അണയുന്നില്ല. ചിതയിലെ കനൽ മണിക്കൂറുകൾക്കകം ചാരമാകും, പക്ഷേ മനസ്സിൽ വീണ കനൽ ചിലപ്പോൾ ഒരു ജീവിതകാലം മൊത്തം എരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നലെ വരെ ഒരു ഫോൺ വിളിയുടെ തുമ്പത്തിലുണ്ടായിരുന്ന ഒരാൾ ഇന്നൊരു ഓർമ്മയുടെ ദൂരത്തേക്ക് മാറിയിരിക്കുന്നു. ആ ശബ്ദം ഇനി കേൾക്കില്ല, ആ കൈയിനി തോളിൽ പതിയില്ല. ഞാനുണ്ട് എന്ന് പറഞ്ഞിരുന്ന സാന്നിധ്യം ഇനി നിശബ്ദതയുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഭാര്യയ്ക്ക് നഷ്ടമായത് ഒരു ഭർത്താവിനെ മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ പാതി ആത്മാവിനെയാണ്. സന്തോഷത്തിൽ ആദ്യം തിരിഞ്ഞു നോക്കിയ മുഖവും സങ്കടത്തിൽ അവസാനമായി ആശ്രയിച്ച നെഞ്ചും ഇനി ഓർമ്മകളിൽ മാത്രം. മക്കൾക്ക് നഷ്ടമായതൊരു അച്ഛനെ മാത്രമല്ല, വീഴുമ്പോൾ പിടിച്ചുയർത്തുന്ന കൈകളെയും ഭയപ്പെടുമ്പോൾ ധൈര്യം പകരുന്ന കണ്ണുകളെയും വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഹൃദയത്തെയുമാണ്. സഹോദരങ്ങൾക്ക് നഷ്ടമായത് ഒരുമിച്ച് വളർന്ന കാലത്തിൻ്റെ പാതിയാണ്. സുഹൃത്തുക്കൾക്ക് നഷ്ടപ്പെട്ടത് ചിരിയുടെ ഒരു കാലാവസ്ഥയാണ്. ബന്ധുക്കൾക്ക് നഷ്ടമായത് ഏത് ചടങ്ങിലും ആദ്യം അന്വേഷിച്ചിരുന്ന ഒരു മുഖമാണ്. ചില മനുഷ്യർ മരിക്കാറില്ല, അവർ ജീവിച്ചിരുന്നിടത്തെല്ലാം അവരെ സ്നേഹിച്ചവരുടെ കണ്ണീരായി, പ്രാർത്ഥനയായി, ഹൃദയമിടിപ്പായി ജീവിച്ചുകൊണ്ടേയിരിക്കും. കണ്ണീരിന്റെ ഭാഷയിൽ എഴുതുന്ന ഈ വിടവാങ്ങൽ വാക്കുകൾക്കല്ല, ഹൃദയങ്ങൾക്കാണ്. ചില കുടുംബങ്ങൾ ഒരു വംശാവലി മാത്രമല്ല, ഒരു നാടിന്റെ ചരിത്രത്തിൽ പതിഞ്ഞ അധ്വാനത്തിന്റെ അടയാളങ്ങളാണ്. ചില പേരുകൾ വ്യക്തികളെ മാത്രം ഓർമ്മിപ്പിക്കില്ല, ഒരു കാലഘട്ടത്തിൻ്റെ ആത്മവിശ്വാസവും സംരംഭകത്വവും സാമൂഹിക സ്വാധീനവും ഓർമ്മിപ്പിക്കും. അത്തരമൊരു പേരാണ് ചന്ദ്രാപിന്നിയിലെ തഷ്നാത്ത് കുടുംബം. അധ്വാനത്തെ ആരാധനയാക്കുകയും സംരംഭകത്വത്തെ ജീവിതധർമ്മമാക്കുകയും പരസ്പര സ്നേഹത്തെയും ഐക്യത്തെയും കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായി കാത്തുസൂക്ഷിക്കുകയും ചെയ്ത ഒരു വലിയ കൂട്ടുകുടുംബം. തലമുറകളായി കൃഷിയെ ജീവിത ഉപാധിയാക്കിയ ഈ കുടുംബം ചന്ദ്രാപിന്നിയുടെ മണ്ണിൽ വേരുറപ്പിച്ചെങ്കിലും അവരുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളുണ്ടായിരുന്നില്ല. ആ കുടുംബത്തിന്റെ കാരണവരായിരുന്നു TV കൃഷ്ണൻ. അവസരങ്ങളുടെ വിശാലമായ ലോകം തേടി അദ്ദേഹം സിലോണിലേക്ക് യാത്രയായി. അത് ഒരു വ്യക്തിയുടെ യാത്ര മാത്രമായിരുന്നില്ല, ഒരു കുടുംബത്തിന്റെ വിധിയെ മാറ്റിമറിച്ച ധീരമായ ആദ്യ ചുവടായിരുന്നു. സഹോദരന്മാരായ ശാർങ്ങധരനും പ്രഭാകരനും കൈകോർത്തപ്പോൾ പിന്നീട് വിശ്വാസത്തിൻ്റെയും വിജയത്തിൻ്റെയും പര്യായമായി മാറിയ കൃഷ്ണൻ ബ്രദേഴ്സ് ജന്മമെടുത്തു. ജീവിതം എല്ലാവരെയും ഒരുപോലെ പരീക്ഷിച്ചില്ല. സഹോദരനായ ഗോപാലൻ ബാല്യകാലം മുതൽ ശാരീരികമായ അസ്വസ്ഥതകളോട് പോരാടി. എന്നാൽ ആ പരീക്ഷണങ്ങൾ കുടുംബത്തിൻ്റെ ഐക്യത്തെ തളർത്തിയില്ല. ഇളയ സഹോദരൻ പുഷ്പാങ്കദൻ നാട്ടിൽ ചെറുകിട വ്യാപാരങ്ങളിലൂടെ കുടുംബത്തിൻ്റെ വേരുകളെ കൂടുതൽ ശക്തമാക്കി. ഓരോരുത്തരും വ്യത്യസ്തമായ വഴികളിലൂടെ നടന്നെങ്കിലും ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, കുടുംബത്തിൻ്റെ ഉയർച്ച. വിദേശത്ത് നേടിയ അനുഭവവും ആത്മവിശ്വാസവും കൈമുതലാക്കി അവർ വീണ്ടും സ്വന്തം നാടായ ചന്ദ്രാപിന്നിയിലേക്ക് മടങ്ങിയെത്തി. അതൊരു തിരിച്ചുവരവ് മാത്രമായിരുന്നില്ല, കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ആദ്യ സംരംഭമായത് ഒരു ഓയിൽ മിൽ, തുടർന്ന് തൃശൂർ നഗരത്തിൽ മാർഷൽ എന്ന പേരിൽ ഓട്ടോമൊബൈൽ സ്ഥാപനം, അതോടൊപ്പം
കൃഷ്ണൻ ബ്രദേഴ്സ് എന്ന പേരിൽ ബസ് സർവീസ്. ഓരോ സംരംഭവും അവരുടെ ദീർഘവീക്ഷണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും തെളിവായിരുന്നു. ഈ കുടുംബത്തിന്റെ വ്യാപാര ലോകത്തെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി മാറിയത് ശാർങ്ങധരൻ. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലാകെ വ്യാപിച്ച അബ്കാരി വ്യാപാരത്തിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. സാമ്പത്തിക ശക്തിയും ഭരണപരമായ മികവും ഒരുപോലെ കൈവശമുണ്ടായിരുന്ന ആ പേര് വ്യാപാര ലോകത്ത് വിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായി മാറി. ആ സ്വാധീനം അത്രമേൽ ആഴത്തിലായിരുന്നു. കർണാടകയിലെ മാണ്ടിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റോഡ് പോലും അറിയപ്പെട്ടു. അത് ഒരു മനുഷ്യന് ലഭിച്ച ബഹുമതി മാത്രമല്ല, അധ്വാനത്തിനും ദീർഘദർശിത്വത്തിനും സമൂഹം നൽകിയ ആദരവായിരുന്നു. തഷ്നാത്ത് കുടുംബത്തിന്റെ കഥ സമ്പത്തിന്റെ മാത്രം ചരിത്രമല്ല, അത് അധ്വാനത്തിൻ്റെതാണ്, പരസ്പര വിശ്വാസത്തിൻ്റെതാണ്, ഒരുമിച്ച് സ്വപ്നം കാണുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത സഹോദരങ്ങളുടേതാണ്. അവർ പടുത്തുയർത്തിയത് സ്ഥാപനങ്ങൾ മാത്രമല്ല, അധ്വാനത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സംരംഭകത്വത്തിൻ്റെയും ഒരിക്കലും മായാത്ത ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ തഷ്നാത്ത് കുടുംബത്തെ ഓർക്കുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ആത്മവിശ്വാസത്തെയും മലയാളിയുടെ സംരംഭക മനസ്സിനെയും ആദരിക്കലാണ്. ആ കുടുംബം പടുത്തുയർത്തിയ അധ്വാനത്തിൻ്റെ അടിത്തറയിൽ വളർന്നു വന്ന ഓരോ തലമുറയും ഒരു കാര്യം തെളിയിച്ചു: സമ്പത്ത് പാരമ്പര്യമായി ലഭിക്കാം, എന്നാൽ പ്രതാപം നേടേണ്ടത് സ്വന്തം അധ്വാനത്തിലൂടെയാണ്. തൃശ്ശൂരിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ ചരിത്രത്തെ സ്വാധീനിച്ച ശക്തിയായി തഷ്നാത്ത് കുടുംബം വളർന്നു. വ്യാപാരം അവരുടെ തൊഴിൽ മാത്രമായിരുന്നില്ല, ദീർഘവീക്ഷണവും വിശ്വാസവും ചേർന്ന ജീവിത ദർശനമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ അബ്കാരി വ്യാപാര ലോകത്ത് ഒരു കാലത്ത് ഏറ്റവും സ്വാധീനമുള്ള സംരംഭകരിൽ പ്രമുഖരായിരുന്നു ഈ കുടുംബം. വ്യവസായ രംഗത്തെ വിജയത്തോടൊപ്പം സമൂഹത്തിലും ഭരണരംഗത്തും അവർ വിശ്വാസത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു വലിയ വലയം സൃഷ്ടിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തെ നയിച്ച നിരവധി പ്രമുഖർക്കും ഈ കുടുംബത്തിന്റെ ആതിഥേയത്വവും പിന്തുണയും അനുഭവിക്കുവാൻ കഴിഞ്ഞത് അവരുടെ സ്വാധീനത്തിന്റെ മറ്റൊരു മുഖമായിരുന്നു. തൃശ്ശൂരിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന സെൻട്രൽ ഹോട്ടൽ ബ്രിട്ടീഷുകാരനായ വില്യംസിൽ നിന്നും ഏറ്റെടുത്തത് ഒരു സ്വത്ത് കൈമാറ്റം മാത്രമായിരുന്നില്ല, സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ തദ്ദേശീയ സംരംഭകരുടെ ആത്മവിശ്വാസത്തിന്റെയും ഉയർച്ചയുടെയും പ്രതീകമായ ഒരു നാഴികക്കല്ലായിരുന്നു. സംരംഭങ്ങളുടെ ചിറകുകൾ കൂടുതൽ വിശാലമായി. മാനന്തവാടിയിലെ മാനസ സരസ്, ചാവക്കാട്ടെ അമരാവതി, ഏങ്ങണ്ടിയൂരിലെ ബ്ലിസ് ഹോട്ടൽ, കയ്പമംഗലത്തെ ഹോട്ടൽ ഹൈവേ, 3 പീടികയിലെ നടിലുവീട്ടിൽ റിസോർട്ട്. ഓരോ സ്ഥാപനവും ഒരു കെട്ടിടം മാത്രമായിരുന്നില്ല, അതത് പ്രദേശങ്ങളുടെ വികസനത്തിന് കരുത്തേകിയ പുതിയ കേന്ദ്രങ്ങളായി അവയൊക്കെ മാറി. വാണിജ്യരംഗത്തും നഗരവികസനത്തിലും അവരുടെ കാഴ്ചപ്പാട് വ്യക്തമായിരുന്നു. തൃശൂർ നഗരത്തിലെ പാർക്ക് വേ സൂപ്പർ മാർക്കറ്റ്, അപ്പാർട്ട്മെന്റ്, കേക്ക്സ് ആൻഡ് ക്രീംസ് ബേക്കറി. എന്നാൽ ഈ കുടുംബത്തിന്റെ മഹത്വം അളക്കേണ്ടത് അവർ എത്ര സമ്പാദിച്ചു എന്നതുകൊണ്ടല്ല, സമൂഹത്തിനവർ എന്താണ് തിരികെ നൽകിയത് എന്നതുകൊണ്ടാണ്. ആ തിരിച്ചറിവാണ് തഷ്നാത്ത് കുടുംബത്തെ വിദ്യാഭ്യാസ രംഗത്തേക്കും നയിച്ചത്. 1978 ജൂലൈ 19 തൃശ്ശൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. സേവന മനോഭാവമുള്ള ഏതാനും വ്യവസായികളോടൊപ്പം കൈകോർത്തുകൊണ്ട് സ്ഥാപിതമായ SNCBSE സ്കൂൾ ഇന്ന് 3000-ഓളം വിദ്യാർത്ഥികളുടെ ജീവിതത്തിന് പ്രകാശം പകർന്നുകൊണ്ടിരിക്കുന്നു. തഷ്നാത്ത് കുടുംബത്തിന്റെ പ്രത്യേകത അവരുടെ സംരംഭങ്ങളായിരുന്നില്ല, അതിനു പിന്നിലെ അപൂർവമായ കുടുംബ ബന്ധങ്ങൾ. സ്ഥാപനങ്ങൾ വളരും തോറും ആ സ്നേഹം ഒരു മഹത്തായ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മുന്നോട്ടു പോയി. സഹോദരന്മാർ തമ്മിൽ പരസ്പരം ജീവനെ പോലെയായിരുന്നു. എക്കാലത്തും എല്ലാ സംരംഭങ്ങളും ആ കൂട്ടായ്മയിൽ കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിച്ചു. സഹോദരന്മാർക്ക് 7 ആൺമക്കളും 4 പെൺകുട്ടികളുമായി. ശാർങ്ങധരന്റെ ഭാര്യ സുജാത കണ്ടശാങ്കടവ് കുന്നത്തുള്ളി സ്വദേശിനിയായിരുന്നു. വളരെ ദാനധർമ്മിഷ്ഠ. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ആഹാരം നൽകും. എല്ലാവരെയും വലിപ്പച്ചെറുപ്പമില്ലാതെ സഹായിക്കും. ഇതൊക്കെ കണ്ടാണ് അവിടുത്തെ
മക്കൾ വളർന്നു. ബാംഗ്ലൂരിന്റെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിന്റെ വേഗവും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിരുന്നെങ്കിലും തൃഷ്ണാത്ത് എന്ന വാക്ക് കേൾക്കുമ്പോഴെല്ലാം ആദ്യം ഉണർന്നത് ആ ഹൃദയമായിരുന്നു. കുടുംബത്തിൽ എന്ത് ആഘോഷമുണ്ടായാലും, സന്തോഷമുണ്ടായാലും, പ്രയാസമുണ്ടായാലും ദൂരം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കാരണമായിരുന്നില്ല. ഓടിയെത്തുക അത് സ്വഭാവമായിരുന്നു. കാരണം തൃഷ്ണാത്ത് ഒരു വീടായിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ ഹൃദയമായിരുന്നു. ആ ഹൃദയത്തിന്റെ പേരായിരുന്നെന്നേ കിഷോർ. കുടുംബത്തിന്റെ പുതിയ തലമുറകളിലേക്ക് പോലും ബന്ധങ്ങളുടെ മധുരം പകർന്നു കൊടുത്ത മനുഷ്യൻ. രക്തബന്ധങ്ങൾ മാത്രമല്ല, ഹൃദയബന്ധങ്ങളാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒരാൾ. കൂടെ പഠിച്ചവർക്ക് അദ്ദേഹം ഒരു സുഹൃത്തായിരുന്നു, കൂടെ നടന്നവർക്ക് ഒരു സഹയാത്രികനായിരുന്നു, കൂടെ ജീവിച്ചവർക്ക് അദ്ദേഹം ഒരു കുടുംബമായിരുന്നു. പരിചയപ്പെട്ട എല്ലാവർക്കും മറക്കാനാവാത്ത സ്നേഹ സാന്നിധ്യമായിരുന്നു. നാട്ടിലേക്കുള്ള ഓരോ തിരിച്ചുവരവും അദ്ദേഹത്തിനൊരു യാത്ര മാത്രമായിരുന്നില്ല, അത് ആത്മബന്ധങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയായിരുന്നു. ഓരോ കൂടിക്കാഴ്ചയും, ഓരോ ആലിംഗനവും, ഓരോ കൈപിടുത്തവും മനുഷ്യർക്കിടയിലെ അകലം കുറയ്ക്കാനുള്ള അദ്ദേഹത്തിന്റെ നിശബ്ദമായ ഭാഷയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ തിരിച്ചുപോക്കും ആ മുഖം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ പതിപ്പിച്ചു. വിനയം അദ്ദേഹത്തിന്റെ അലങ്കാരമായിരുന്നു. സത്യസന്ധതയും ബഹുമാനവും സ്നേഹവും അദ്ദേഹത്തിന്റെ ഭാഷയായിരുന്നു. വലിപ്പച്ചെറുപ്പങ്ങളോ സ്ഥാനമാനങ്ങളോ സമ്പത്തോ അധികാരങ്ങളോ ആ കണ്ണിൽ മനുഷ്യരെ അളക്കാനുള്ള മാനദണ്ഡങ്ങളായിരുന്നില്ല. കണ്ടത് മനുഷ്യനെയാണ്, മനുഷ്യനിലെ നന്മയെയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരുടെ കണ്ണുകൾ നിറയുന്നത് ഒരാളെ നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ഹൃദയം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമ്മുടെ ഓരോ കണ്ണുനീർ തുള്ളിയിലും അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ ഉപ്പുണ്ട്. ഓരോ തേങ്ങലിലും ഒരിക്കൽ ചേർത്ത് പിടിച്ച കരുതലിന്റെ ചൂടുണ്ട്. കിഷോർ അതീവ നിഷ്കളങ്കനായിരുന്നു. കണക്ക് കൂട്ടാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. സ്നേഹത്തിന് വില പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ആരെങ്കിലും പ്രയാസവുമായി സമീപിച്ചാൽ കഴിയുന്നതെല്ലാം കൊടുക്കും. കൊടുത്തത് തിരിച്ചു കിട്ടുമോ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടിയില്ല. കടം കൊടുത്തവരോട് തിരികെ ചോദിക്കാൻ പോലും പലപ്പോഴും ആ മനസ്സ് അനുവദിച്ചില്ല. വീട്ടിലുള്ളവർക്കും സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും കൂടി എന്തെങ്കിലും വാങ്ങാതെ അയാൾ മടങ്ങില്ലായിരുന്നു. സമ്പാദിച്ചത് വസ്തുക്കളായിരുന്നില്ല, മനുഷ്യരെയായിരുന്നു. പണിതത് കെട്ടിടങ്ങളായിരുന്നില്ല, ഹൃദയങ്ങളിലേക്കുള്ള പാലങ്ങളായിരുന്നു. ഈ ലോകം പല വിജയികളെയും കണ്ടിട്ടുണ്ട്, പല സമ്പന്നരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ജീവിതം മറ്റുള്ളവർക്കായി നിശബ്ദമായി സമർപ്പിച്ച മനുഷ്യർ വളരെ വിരളമാണ്. കിഷോർ അത്തരമൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഈ ഭൂമിയിൽ ജീവിച്ച വർഷങ്ങളെല്ലാം മഹത്വം. അദ്ദേഹം സ്പർശിച്ച ഹൃദയങ്ങളുടെ എണ്ണമാണ് യഥാർത്ഥ ജീവചരിത്രം. അതിനാലാണ് ഇന്ന് നമ്മൾ കിഷോറിനെ ഓർക്കുമ്പോൾ ഒരു മനുഷ്യനെ മാത്രം ഓർക്കാത്തത്. സ്നേഹത്തിനൊരു മുഖമുണ്ടെങ്കിൽ അത് കിഷോറിൻ്റെതായിരുന്നു. നിസ്വാർത്ഥതയ്ക്കൊരു ശബ്ദമുണ്ടെങ്കിൽ അത് കിഷോറിൻ്റെതായിരുന്നു. ഹൃദയത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് കിഷോറിൻ്റെതായിരുന്നു. 1961 ഏപ്രിൽ 14 വിഷുവിന്റെ പൊൻപുലരി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ അന്ന് തൃഷ്ണാത്ത് കുടുംബത്തിലാകെ മറ്റൊരു പൊൻവിളക്ക് തെളിഞ്ഞു. കുടുംബത്തിന്റെ പ്രതീക്ഷകളും സ്നേഹവും അനുഗ്രഹവും ഏറ്റുവാങ്ങി കിഷോർ പൂജാതനായി. ജന്മം കൊണ്ട് അദ്ദേഹം സമ്പന്നനായിരുന്നു. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണ് ജനിച്ചത് എന്ന് പറയുന്നത് പോലെയുള്ള ജീവിതം. ബാംഗ്ലൂരിലെ RP എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം പൂർത്തിയാക്കിയ കിഷോർ കായിക രംഗത്തും തൻ്റെ സാന്നിധ്യം അറിയിച്ചു. നാട്ടിക SN കോളേജിന്റെ അഭിമാനമായ വോളിബോൾ താരമായി. ശാർങ്ങധരന്റെയും സുജാതയുടെയും 3 മക്കളിൽ മൂത്തയാളായിട്ടായിരുന്നു കിഷോർ ജനിച്ചത്. സഹോദരൻ ജിൽസുവും സഹോദരി റീത്തയും ചേർന്ന് വളർന്ന ആ കുടുംബത്തിൽ മൂത്ത മകനെന്ന സ്ഥാനത്തെ അദ്ദേഹം ആധികാരികമായി കണ്ടില്ല, ഉത്തരവാദിത്തമായിട്ടാണ് ഏറ്റെടുത്തത്. ഇളയവർക്കൊരു തണലായും
കുടുംബത്തിന് ആശ്രയമായും എല്ലാവരുടെയും സ്നേഹം ഏറ്റുവാങ്ങി അദ്ദേഹം ജീവിച്ചു. അച്ഛൻ്റെ പ്രിയപ്പെട്ട മകൻ. വിധി ചില ബന്ധങ്ങൾ എഴുതി വെക്കുന്നത് ബിസിനസ് കരാറുകളിലല്ല, ഹൃദയങ്ങളിലാണ്. തെഷ്നാത്ത് കുടുംബം സിലോണിൽ നിന്നും നാട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം അവരുടെ സംരംഭക യാത്രയ്ക്ക് പുതിയ ദിശകൾ തുറന്നുകൊണ്ടേയിരുന്നു. മദ്രാസിൽ ഡബിൾ കോള എന്ന പേരിൽ ശ്രദ്ധേയമായ ശീതള പാനീയം വിപണിയിലെത്തിച്ചു. കാലത്തേക്കാൾ മുമ്പിൽ ചിന്തിച്ച സംരംഭകത്തിന് കൈകോർത്തത് പ്രശസ്ത വ്യവസായി ചുള്ളിയിൽ രവിയായിരുന്നു. അതൊരു ബിസിനസ് പങ്കാളിത്തം മാത്രമായിരുന്നില്ല, 2 കുടുംബങ്ങളുടെ ജീവിതങ്ങളെ ഒരുമിച്ച് ചേർക്കുവാൻ ദൈവമൊരുക്കിയ ആദ്യ സംഗമമായിരുന്നു. ദുബൈയിലെ ഷബാന ഗ്രൂപ്പിന്റെ പങ്കാളിയായും അലൈനിൽ ജുവലറി, സൂപ്പർ മാർക്കറ്റ്, ക്ലോത്തിങ് തുടങ്ങിയ വിവിധ സംരംഭങ്ങളുടെ വിജയശില്പിയായും പേരെടുത്ത രവി പിന്നീട് കേരളത്തിൽ പുതിയൊരു സംരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സ് എത്തി നിന്നത് തൃഷ്ണാത്ത് കുടുംബത്തിന്റെ പടിവാതിൽക്കലായിരുന്നു. അങ്ങനെ ഒരു പുതിയ അധ്യായം തുറന്നു. രവി ചെയർമാനായി, തൃഷ്ണാത്ത് കുടുംബത്തിലെ സഹോദരന്മാർ ഡയറക്ടർമാരായി. വ്യാപാരത്തിൽ തുടങ്ങി ആ ബന്ധം വളരെ വേഗം സ്നേഹത്തിന്റെ ഭാഷയായി മാറി. യോഗമുറികളിൽ ആരംഭിച്ച സംഭാഷണങ്ങൾ വീടുകളുടെ സ്വീകരണ മുറികളിലെത്തി. ഒപ്പുവെച്ചത് കരാറുകളിലായിരുന്നുവെങ്കിലും ഉറപ്പിച്ചത് ആത്മബന്ധങ്ങളായിരുന്നു. ആ 2 കുടുംബങ്ങളും പിന്നീട് ഒരേ കുടുംബമായി മാറിയത് യാദൃച്ഛികമായിരുന്നില്ല. അത് കാലം എഴുതി വച്ച മനോഹരമായ നിയോഗമായിരുന്നു. രവിയുടെ സഹധർമ്മിണി വസന്ത, കണ്ടശംകടവ് കൂട്ടാല കുടുംബാംഗം. സുജാതയും വസന്തയും പങ്കുവച്ച സ്നേഹവും വിശ്വാസവും 2 കുടുംബങ്ങളെ കൂടുതൽ അടുപ്പിച്ചു. ആ ബന്ധം അടുത്ത തലമുറയിലും പൂവിടാൻ അധിക സമയം വേണ്ടി വന്നില്ല. അപ്പോഴേക്കും കിഷോർ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയിരുന്നു. MBA ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ജീവിതത്തിന്റെ അടുത്ത പടിയിലേക്ക് നോക്കുന്ന സമയം. അന്നാണ് കുടുംബത്തിലെ പാപ്പനായ പുഷ്പാങ്കദൻ ഒരു കാര്യം പറഞ്ഞത്. രവിയുടെ മകളെ കിഷോറിനെ ആലോചിച്ചാലോ? ആ ചോദ്യം കേട്ടപ്പോൾ കിഷോർ മൗനമായി. കാരണം അത് ആദ്യമായി കേൾക്കുന്ന ഒരു പേരായിരുന്നില്ല. ബിന്ദു എന്ന പേര് അതിനു മുമ്പേ അയാളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരുന്നു. പറയാതെ മനസ്സിൽ സൂക്ഷിച്ച ഒരിഷ്ടം, ഹൃദയത്തിൽ കാത്തുവെച്ചൊരു സ്വപ്നം. വിധി തന്നെയായിരുന്നു ഇപ്പോൾ അതിന് വാക്കുകൾ നൽകിയത്. കിഷോറിന്റെ സഹോദരി റീത്ത ബിന്ദുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ആ സൗഹൃദത്തിന്റെ വഴിയിലൂടെ ബിന്ദുവിനെ കുറിച്ചുള്ള പരിചയം കിഷോറിന്റെ മനസ്സിലേക്ക് വളരെ മുമ്പേ എത്തിയിരുന്നു. ആ കാലഘട്ടത്തിന്റെ സംസ്കാരത്തിൽ പ്രണയം ഉച്ചത്തിൽ പറയുന്നതല്ല, മഹത്വം മനസ്സിൽ സൂക്ഷിക്കുന്നതായിരുന്നു. വിധി ആ മനസ്സറിഞ്ഞു. അങ്ങനെ 2 കുടുംബങ്ങളുടെ ആത്മബന്ധം 2 ഹൃദയങ്ങളുടെ ജീവിത ബന്ധമായി മാറാൻ ഒരുങ്ങി. ഏറ്റവും മനോഹരമായ കാര്യം മറ്റൊന്നായിരുന്നു. വിവാഹ നിശ്ചയത്തിന്റെ ദിവസമാണ് ബിന്ദു തൻ്റെ ഭാവി വരനെ ആദ്യമായി കാണുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അത് ഒരു കഥ പോലെ തോന്നാം. എന്നാൽ അന്നത്തെ കാലത്ത് വിശ്വാസമാദ്യം, കാഴ്ച പിന്നീട്. കുടുംബങ്ങൾ ആദ്യം ഹൃദയം ചേർത്തു, പിന്നെയാണ് കണ്ണുകൾ പരസ്പരം കണ്ടത്. ആദ്യമായി പരസ്പരം നോക്കിയ ആ നിമിഷത്തിൽ 2 വ്യക്തികൾ മാത്രമല്ല കണ്ടുമുട്ടിയത്. വർഷങ്ങളായി പരസ്പരം വിശ്വസിച്ചിരുന്ന 2 കുടുംബങ്ങളുടെ സ്നേഹവും സംസ്കാരവും ഒരേ ജീവിതമായി ലയിക്കുകയായിരുന്നു. ചില വിവാഹങ്ങൾ 2 മനുഷ്യരെ ഒന്നാക്കും, ചിലത് 2 കുടുംബങ്ങളെ ഒന്നാക്കും. എന്നാൽ ബിന്ദുവിൻ്റെയും കിഷോറിൻ്റെയും ജീവിതം അതിനും അപ്പുറമായിരുന്നു. അത് 2 കുടുംബങ്ങളുടെ സ്നേഹ പാരമ്പര്യങ്ങൾ പരസ്പരം കൈമാറിയ വിശുദ്ധമായ സംഗമമായിരുന്നു. 1986 ഡിസംബർ 10 TS കിഷോറും CR ബിന്ദുവും വിവാഹിതരായി. 25 വർഷത്തെ നീണ്ട ജീവിതയാത്ര പിന്നിട്ടു നിന്ന കിഷോറിന്റെ ജീവിതത്തിലേക്ക് ബിന്ദു കടന്നു വന്നത് ഒരു ഭാര്യയായിട്ട് മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ ഉയർച്ചയിലും താഴ്ചയിലും കൈകോർക്കാനെത്തിയ ആത്മസഖിയായിട്ടായിരുന്നു. ചുള്ളിയിൽ രവിയുടെയും വസന്തയുടെയും 3 മക്കളിൽ മൂത്ത ആളായിരുന്നു ബിന്ദു. സഹോദരൻ മധുവും സഹോദരി മിനിയും ചേർന്ന ആ കുടുംബത്തിന്റെ സ്നേഹവും സംസ്കാരവും തഷ്ണാത്ത് കുടുംബത്തിന്റെ പാരമ്പര്യവുമായി ലയിക്കുകയായിരുന്നു. വിവാഹത്തിന്റെ ആഘോഷങ്ങൾ അവസാനിക്കും മുമ്പേ ജീവിതം പുതിയൊരു ദിശ ചൂണ്ടിക്കാട്ടി.
ശാർങ്ങധരന്റെ നിർദ്ദേശം വ്യക്തമായിരുന്നു, കുടുംബസമേതം മാണ്ടിയിലേക്ക് പോകണം. അച്ഛൻ്റെ വാക്ക് കിഷോറിന് നിർദ്ദേശം മാത്രമായിരുന്നില്ല, അത് ജീവിതത്തിൻ്റെ ദിശയായിരുന്നു. അങ്ങനെ നവദമ്പതികൾ മാണ്ടിയിലേക്ക് യാത്രയായി. അവിടെ നവജ്യോതി എന്റർപ്രൈസസ് എന്ന പേരിൽ വിപുലമായ ലിക്വർ സപ്ലൈ ബിസിനസ് സജീവമായിരുന്നു. കുടുംബത്തിന്റെ വിശ്വാസവും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കിഷോർ തൻ്റെ പുതിയ ജീവിതവും പുതിയ ഉത്തരവാദിത്തങ്ങളും ആരംഭിച്ചു. 2 വർഷത്തിന് ശേഷം ജീവിതം പുതിയൊരു വഴിയിലേക്ക് തിരിഞ്ഞു. കുടുംബം ബാംഗ്ലൂരിലേക്ക് താമസം മാറ്റി. അവിടെ ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ കിഷോർ പുതിയ സ്വപ്നങ്ങൾക്ക് രൂപം നൽകി. ആദ്യം ലിക്വർ വ്യാപാരം, പിന്നീട് ഇൻവെർട്ടർ നിർമ്മാണം, വിതരണം, അതിനുശേഷം മൊബൈൽ ടവറുകളുടെ നിർമ്മാണം, പിന്നീട് റിയൽ എസ്റ്റേറ്റ്. ഒന്നിന് പിന്നാലെ മറ്റൊന്ന്. പുതിയ സാധ്യതകൾ അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. പരാജയത്തെ ഭയക്കുന്ന മനുഷ്യനായിരുന്നില്ല കിഷോർ. വ്യാപാര ലോകം പലപ്പോഴും കണക്കുകൂട്ടലുകളുടെയും കർശനമായ തീരുമാനങ്ങളുടെയും ലോകമാണ്. കിഷോറിന്റെ ഹൃദയം അതിനേക്കാളൊക്കെ മൃദുവായിരുന്നു. മനുഷ്യരെ വിശ്വസിക്കുവാൻ അദ്ദേഹം അതിവേഗം തയ്യാറായിരുന്നു. സ്നേഹത്തിന് പകരം ലാഭം കണക്കാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തിൻ്റെ നന്മ പലപ്പോഴും വ്യാപാരത്തിൻ്റെ കണക്ക് പുസ്തകങ്ങളിൽ ഒതുങ്ങിയില്ല. എന്നാൽ അതാണ് അദ്ദേഹത്തെ മനുഷ്യരുടെ മനസ്സിൽ അപൂർവനായ വ്യക്തിയാക്കിയത്. കുടുംബത്തിൻ്റെ കാവൽ മരമായിരുന്നു ശാർങ്ങധരൻ. അദ്ദേഹം ഒരു വ്യവസായി മാത്രമായിരുന്നില്ല, ദീർഘദർശിയായ ഒരു കുടുംബനാഥനായിരുന്നു. കുടുംബത്തിലെ ഓരോ കുട്ടികളും ഉയരത്തിൽ എത്തണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ സ്നേഹിച്ചവരെ അതിരുകളില്ലാതെ സംരക്ഷിക്കുകയും ചെയ്തു. ആ സ്നേഹം പലപ്പോഴും കർശനതയുടെ മുഖം ധരിച്ചു. കിഷോർ ചുള്ളിയിൽ വീട്ടിൽ ഒരു മരുമകനായിരുന്നില്ല. ആ വീട്ടുകാർ ഒരിക്കലും അദ്ദേഹത്തെ അങ്ങനെ കണ്ടുമില്ല. അദ്ദേഹം ആ വീട്ടിലെ മൂത്ത മകനായിരുന്നു. ആ വീട്ടിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആഘോഷങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം തൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഏറ്റെടുത്തു. ബിന്ദുവിൻ്റെ അച്ഛനായ രവിയോടും അമ്മയായ വസന്തയോടും സഹോദരങ്ങളായ മധുവിനോടും മിനിയോടും അദ്ദേഹം പുലർത്തിയ സ്നേഹം ഒരു ബന്ധത്തിൻ്റെ ഔപചാരികതയല്ലായിരുന്നു, അത് ഹൃദയത്തിൽ നിന്നൊഴുകിയ ആത്മബന്ധമായിരുന്നു. മരുമകൻ എന്ന സ്ഥാനത്ത് നിന്ന് കുടുംബത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം വളരെ പെട്ടെന്ന് ആ വീടിൻ്റെ ഹൃദയമായി മാറി. ചില മനുഷ്യർ വീടുകളിലേക്ക് വരും, ചില മനുഷ്യർ വീടുകളായി മാറും. കിഷോർ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. ബിന്ദുവിന് കിഷോർ ഭർത്താവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം അവളുടെ ബാലേട്ടനായിരുന്നു. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ നിശബ്ദമായി മാറ്റിവെക്കുന്ന ബാലേട്ടൻ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ സ്വന്തം ആവശ്യങ്ങൾ മറന്നുപോകുന്ന ബാലേട്ടൻ. വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ജീവിച്ചുകൊണ്ട് പലപ്പോഴും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മറന്നുപോയ ബാലേട്ടൻ. കിഷോറിന് ബിന്ദു ജീവനായിരുന്നു. ബിന്ദുവിന് കിഷോർ എല്ലാമായിരുന്നു. പ്രണയം അവർ പ്രകടിപ്പിച്ചത് വലിയ വാക്കുകളിലൂടെ ആയിരുന്നില്ല, ദൈനംദിന ജീവിതത്തിലെ ചെറിയ കരുതലുകളിലൂടെയായിരുന്നു. പരസ്പരം പരിഭവിച്ചും വീണ്ടും ചിരിച്ചും ഒന്നിച്ചു സ്വപ്നം കണ്ടും ഒരാളുടെ വേദനകൾ മറ്റൊരാൾ ഏറ്റെടുത്തും കൈകോർത്ത് പിടിച്ച് അവർ ജീവിതം മനോഹരമാക്കി. സ്നേഹം പ്രഖ്യാപിക്കേണ്ടതല്ല, ജീവിച്ച് കാണിക്കേണ്ടതാണെന്ന് അവർ തെളിയിച്ചു. 2022 91-ാം വയസ്സിൽ ഒരു യുഗം അവസാനിച്ചു. തഷ്നാത്ത് കുടുംബത്തിന്റെ കാവൽമരവും സംരംഭങ്ങളുടെ ദീർഘദർശിയും തലമുറകളുടെ വഴികാട്ടിയുമായ ശാർങ്ങധരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനുശേഷം മറ്റൊരു വലിയ പരീക്ഷണം. അമ്മ സുജാത അസുഖബാധിതയായപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സ് തകർന്നത് കിഷോറിനായിരുന്നു. 2025 ഓഗസ്റ്റ് 25 സ്നേഹനിധിയായ അമ്മയും വിടവാങ്ങി. കാലം മുന്നോട്ടു പോയപ്പോൾ കിഷോറിന്റെയും ബിന്ദുവിന്റെയും ജീവിതം കൂടുതൽ പൂർണ്ണമായി. അവരുടെ സ്നേഹത്തിന് 2 മനോഹരമായ രൂപങ്ങൾ ലഭിച്ചു, വിവേക്, വെങ്കട്ട്. എന്നാൽ കിഷോറിന്റെ ഹൃദയത്തിൽ അവർ ആ പേരുകളിലല്ല അറിഞ്ഞത്. വിവേകെന്നും അദ്ദേഹത്തിന് റിച്ചുവായിരുന്നു, വെങ്കിട്ടെന്നും അദ്ദേഹത്തിന് മോണ്ടിയായിരുന്നു. ആ വിളിപ്പേരുകളിൽ ഒരു അച്ഛന്റെ വാത്സല്യം മുഴുവൻ ഒളിഞ്ഞു കിടക്കുന്നു.
പിന്നീട് ആ കുടുംബത്തിലേക്ക് മരുമകളായി ആതിര കടന്നു വന്നപ്പോൾ അവളെയും അദ്ദേഹം മകളെ പോലെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. കിഷോറിന് മക്കളോടുള്ള സ്നേഹം അതിരുകളില്ലാത്തതായിരുന്നു. അച്ഛൻ ശാർങ്ങധരൻ തനിക്ക് നൽകിയ കരുതലും സംരക്ഷണവും മൂല്യങ്ങളും അതേപടി അടുത്ത തലമുറയിലേക്ക് പകരണമെന്നായിരുന്നു കിഷോറിന്റെ ആഗ്രഹം. മക്കൾ അത് കണ്ടാണ് പഠിച്ചത്. റിച്ചു ചെറുപ്പത്തിലെ ക്രിക്കറ്റിൽ മികവ് തെളിയിച്ചു. കർണാടക ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിക്കുവാൻ അവസരം ലഭിച്ചു. കളിയിലൂടെ ആദ്യമായി പ്രതിഫലം ലഭിച്ചപ്പോൾ വെറും 13 വയസ്സ് മാത്രമായിരുന്നു അവന്റെ പ്രായം. ആദ്യ ചെക്ക് അത് സ്വന്തം പേരിലല്ല, അച്ഛന്റെ പേരിലായിരുന്നു. ആ ചെക്കിന്റെ മൂല്യം അതിലുണ്ടായിരുന്ന തുകയായിരുന്നില്ല. ഒരു മകൻ തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ വിജയം സമർപ്പിച്ചത് ഏറ്റവും വലിയ നായകന് തന്നെയായിരുന്നു. ഒരച്ഛന് അതിലും വലിയ അംഗീകാരം വേറെ എന്താണ്? മക്കളോടുള്ള സ്നേഹം കിഷോർ അധികം വാക്കുകളിൽ പ്രകടിപ്പിച്ചിരുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നത് അപൂർവമായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും ആ സ്നേഹം തെളിഞ്ഞു നിന്നിരുന്നു. സ്കൂൾ ബസ്സൊക്കെ ഉണ്ടായിട്ടും മക്കളെ അതിലയക്കുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഓരോ ദിവസവും സ്വന്തം കാറിൽ കൊണ്ടുപോയി സ്കൂളിൽ വിടും. വൈകുന്നേരം വീണ്ടും പോയി കൂട്ടിക്കൊണ്ടുവരും. അത് യാത്രയല്ലായിരുന്നു, ഒരച്ഛൻ്റെ മനസ്സമാധാനമായിരുന്നു. മോണ്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം വീടിനടുത്തുള്ള കുട്ടികൾക്കെല്ലാം ഗിയറുള്ള സൈക്കിൾ ഉണ്ടായിരുന്നു. മകന്റെ മനസ്സിൽ ഒരു ചെറിയ ആഗ്രഹം മുളച്ചത് കിഷോർ കാണാതെ പോയില്ല. ഒന്നും പറയേണ്ടി വന്നില്ല. അദ്ദേഹം പോയി അന്നത്തെ കുട്ടികളുടെ സ്വപ്നമായിരുന്ന റേഞ്ചർ സിംഗ് 18 ഗിയറുള്ള സൈക്കിൾ വാങ്ങി മകന് സമ്മാനിച്ചു. അതൊരു സൈക്കിൾ മാത്രമായിരുന്നില്ല, നിന്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്ന് ഒരച്ഛൻ മകനോട് പറയാതെ പറഞ്ഞ സ്നേഹമായിരുന്നു അത്. ജീവിതത്തിൽ ചില കൂടിക്കാഴ്ചകൾ യാദൃച്ഛികമെന്ന് തോന്നും, പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും അത് യാദൃച്ഛികമല്ല, ഒരു നിയോഗമായിരുന്നു. അങ്ങനെ ഒരു നിയോഗം കിഷോറിന്റെ ജീവിതത്തിലും സംഭവിച്ചു. ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പുസ്തകമാണ്. ആ സമയത്ത് തൊട്ട് നേരെ എതിർവശത്തിരുന്ന ഒരാൾ ഗ്രാമവികസന വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി. സംഭാഷണം തുടർന്ന സമയത്ത് ഒരു കൗതുകം ഉണ്ടായി. അദ്ദേഹത്തിന്റെ പേരും കിഷോർ എന്ന് തന്നെ, വ്യത്യാസം മാത്രം. ഇൻഷ്യലിൽ അദ്ദേഹത്തിന്റെ പേര് DM കിഷോർ. ജീവിതം ചിലപ്പോൾ ചെറിയ യാദൃച്ഛികതകളിലൂടെ വലിയ വാതിലുകൾ തുറക്കും. ആ പരിചയം ഒരു സംഭാഷണത്തിൽ അവസാനിച്ചില്ല, അതൊരു ആത്മബന്ധത്തിന്റെ തുടക്കമായി. DM കിഷോർ ശാന്തിഗിരി ആശ്രമത്തിന്റെ ഒരു ഭക്തനായിരുന്നു. സംസാരത്തിനിടയിൽ അദ്ദേഹം ഗുരുവിനെക്കുറിച്ചും ശാന്തിഗിരിയുടെ ആത്മീയ ദർശനത്തെക്കുറിച്ചും കാര്യങ്ങൾ പങ്കുവച്ചു. കിഷോർ ആ വാക്കുകൾ കേട്ടു. എന്നാൽ അദ്ദേഹം കേട്ടത് വാക്കുകൾ മാത്രമായിരുന്നില്ല, സ്വന്തം ഉള്ളിൽ കാലങ്ങളായി ഉത്തരം തേടിക്കൊണ്ടിരുന്ന ചില ചോദ്യങ്ങളുടെ പ്രതിധ്വനിയായിരുന്നു. ആ ബന്ധം പിന്നീട് കൂടുതൽ ആഴപ്പെട്ടു. DM കിഷോറിന്റെ സഹോദരനായ IRS ഉദ്യോഗസ്ഥൻ D സുരേഷ് ബാബുവും കിഷോറിന്റെ ബന്ധുവായ IAS ഉദ്യോഗസ്ഥനായ V മധുവും കൊല്ലത്ത് ഒരുമിച്ച് പഠിച്ചവരാണെന്നുള്ള തിരിച്ചറിവ് ഇവരുടെ സൗഹൃദത്തിന് കൂടുതൽ അടുപ്പം നൽകി. മനുഷ്യരെ ബന്ധിപ്പിക്കുന്നത് പലപ്പോഴും രക്തബന്ധങ്ങളല്ല, അദൃശ്യമായ നിയോഗങ്ങളാണ്. അവിടെ നിന്നാണ് കിഷോറിന്റെ ജീവിതത്തിൽ മറ്റൊരു യാത്ര ആരംഭിക്കുന്നത്. വ്യാപാരത്തിന്റെ വഴികളിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ ആത്മാന്വേഷണത്തിന്റെ വഴികളിലേക്ക് ക്ഷണിക്കപ്പെടുകയായിരുന്നു. 2006 ഭാര്യ ബിന്ദുവിനെയും മകനെയും കൂട്ടി കിഷോർ ആദ്യമായി ശാന്തിഗിരി ആശ്രമത്തിന്റെ പുണ്യഭൂമിയിലെത്തി. അതൊരു സന്ദർശനം മാത്രമായിരുന്നില്ല, ജീവിതത്തിന്റെ മറ്റൊരു ജന്മമായിരുന്നു. അവിടെ അദ്ദേഹം കണ്ടത് ഒരു ആശ്രമം മാത്രമായിരുന്നില്ല, ഒരു ഗുരുവിനെ മാത്രമായിരുന്നില്ല. അദ്ദേഹം കണ്ടെത്തിയത് ജീവിതത്തിന്റെ പുതിയ അർത്ഥമായിരുന്നു. അലച്ചിലുകൾക്കിടയിൽ ഒരു അഭയമായിരുന്നു, ചോദ്യങ്ങൾക്കിടയിൽ ഒരു ഉത്തരമായിരുന്നു, വിജയങ്ങൾക്കിടയിലും നിറയാതെ നിന്ന ഹൃദയത്തിന്റെ ഒരു പൂർണ്ണതയായിരുന്നു. ആ ദിവസം മുതൽ കിഷോറിന്റെ ജീവിതത്തിന് മറ്റൊരു ദിശ ലഭിച്ചു. വ്യാപാര വിജയങ്ങൾ അദ്ദേഹത്തിന് ജീവിതം നൽകി, പക്ഷേ ഗുരു ജീവിതത്തിന്റെ അർത്ഥം നൽകി. പുറം ലോകത്തെ എങ്ങനെ ജയിക്കണമെന്ന് അദ്ദേഹം നേരത്തെ പഠിച്ചിരുന്നു. 2007 അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖമുണ്ടായി. വളരെ ക്രിട്ടിക്കലായി. ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടന്നു. പതിയെ സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. ബിസിനസ്സിൽ വീണ്ടും ശ്രദ്ധ ചെലുത്തി. 2014 അദ്ദേഹത്തിന് വീണ്ടും അസുഖമുണ്ടായി. വളരെ അത്യാസന്ന നിലയിലായി. പക്ഷെ ദിവസങ്ങൾ കൊണ്ട് അത് തരണം ചെയ്തു. കിഷോറിന് പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടിയതായിരുന്നു കാരണം. സ്ട്രോക്ക് ഉണ്ടായി.
അദ്ദേഹത്തിൻ്റെ നാക്ക് കുഴഞ്ഞു. പക്ഷേ ആ സമയത്ത് തൊട്ടടുത്തുള്ള രാമയ്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഈ സമയത്ത് ബിന്ദു ആശ്രമത്തിൽ ഗുരുവിനെ ഈ കാര്യം അറിയിച്ചപ്പോൾ ശസ്ത്രക്രിയ വേണ്ടെന്നാണ് നിർദ്ദേശം കിട്ടിയത്. ഡോക്ടർമാർ ആദ്യം അത് വേണമെന്ന് നിർബന്ധം പിടിച്ചെങ്കിലും പിന്നീട് ശസ്ത്രക്രിയയുടെ ആവശ്യമൊന്നും ഉണ്ടായില്ല. ശാന്തിഗിരിയുടെ സാന്നിധ്യം ജീവിതത്തിലെത്തിയതിനു ശേഷം കിഷോറിന്റെ ജീവിതത്തിന് മറ്റൊരു വിശാലത കൂടി ലഭിക്കുകയായിരുന്നു. ഹൊസൂർ കേന്ദ്രമാക്കി ശാന്തിഗിരി ആശ്രമ ഭക്തരുടെ പങ്കാളിത്തത്തോടെ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു. അതൊരു വെറുമൊരു ബിസിനസ് സംരംഭമായിരുന്നില്ല, ഭക്തരെ തമ്മിൽ കോർത്തിണക്കുന്ന വിശ്വാസത്തിന്റെ മറ്റൊരു വേദിയായിരുന്നു. ഹൊസൂറിൽ ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിത്തുപാകുവാൻ ആ സമയത്ത് തുടങ്ങിയിരുന്നു. അതിന്റെ പിന്നിൽ നിശബ്ദമായി പ്രവർത്തിച്ച കൈകളിൽ പ്രധാനമായിരുന്നു കിഷോറിൻ്റെത്. പ്രശസ്തിക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല. ചെയ്യേണ്ടത് വേണ്ട വിധത്തിൽ ചെയ്ത് മാറി നിൽക്കുകയായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന്റെ സ്വഭാവം. ആശ്രമത്തിൽ പരിചയപ്പെട്ട ഓരോ ഭക്തനോടും അദ്ദേഹം സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സ്നേഹത്തോടെ പെരുമാറി. അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടവർക്ക് വീണ്ടും കാണണമെന്ന് തോന്നുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ടായിരുന്നു, ഹൃദയത്തിൽ നന്മയുണ്ടായിരുന്നു. ഞാനും അദ്ദേഹവുമായി ഈ അഗാധമായ വ്യക്തിബന്ധം സൂക്ഷിക്കുവാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് യാത്ര ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പലതവണ സന്ദർശിക്കുവാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹവും കുടുംബവുമായി വളരെ അഗാധമായ ആത്മബന്ധം സൂക്ഷിക്കുവാൻ സാധിച്ചു. അനവധി സംഭാഷണങ്ങൾ, ഒരുമിച്ച് പങ്കിട്ട പ്രാർത്ഥനകൾ, യാത്രകൾ, ചിരികൾ, നിശബ്ദതകൾ, ഇവയെല്ലാം എൻ്റെ മനസ്സിൽ മായാത്ത ഓർമ്മകളായി അവശേഷിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗ വാർത്ത ഞാൻ അറിഞ്ഞത്. ഒരു നിമിഷം എനിക്ക് വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞില്ല. മനുഷ്യർ ഈ ഭൂമിയിൽ നിന്നും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത് സമ്പത്തല്ല, ബാക്കി വെച്ച് പോകുന്നത് സ്നേഹമാണ്. ഗുരുവിന്റെ പാദങ്ങളിൽ അദ്ദേഹം കണ്ടെത്തിയ ആത്മശാന്തി കരുണാമയനായ ഗുരുവിന്റെ അനുഗ്രഹത്തിൽ നിത്യപ്രകാശമായി തുടരട്ടെ. ആ ദിവ്യാത്മാവിന് ഗുരുകാരുണ്യത്തിന്റെ മടിത്തട്ടിൽ ശാശ്വത വിശ്രമം പ്രദാനം ചെയ്യട്ടെ. കണ്ണീർ കൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ യാത്രയാക്കേണ്ടത്. കാരണം സ്നേഹത്തോടെ ജീവിച്ചവർ ഒരിക്കലും മരിക്കുന്നില്ല. അവർ സ്നേഹിച്ച ഹൃദയങ്ങളിൽ അവർ നിത്യമായി ജീവിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട കിഷോർ സാർ, ഈ ആത്മസഹോദരന്റെ പ്രണാമപൂർണമായ ആദരാഞ്ജലികൾ. സദ്ഗുരുവേ ശരണം.